पिता परमेश्वर को धन्यवाद देते हैं आज के दिन के लिए। പിതാവാം ദൈവത്തിന് നന്ദി പറയുന്നു ഈ നല്ല ദിവസത്തിനായി. परमेश्वर ने हमें एक आंदोलन में खड़ा किया है. കർത്താവ് വലിയൊരു ചലനത്തിൻ്റെ അകത്ത് എന്നെ നിർത്തിയിരിക്കുകയാണ്. और ये जो आंदोलन है वो एपोस्टोलिक प्लस प्रोफेटिकल है. ഇത് അപ്പോസ്തോലിക പ്രാവചനിക ശുശ്രൂഷകൾ ഒരുമിച്ച് ചലിക്കുമ്പോൾ और ഉണ്ടാകും. उसमें बहुत से प्रभु के बुलाए हुए लोग जुड़े हुए हैं. അതിനകത്ത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒത്തിരി വ്യക്തികൾക്ക് സ്ഥാനമുണ്ട്. बिशप सतीश जी जो यहाँ मुख्य वक्ता के रूप में हैं वो उसी आंदोलन के हिस्से हैं. ഇവിടെ നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത് ബിഷപ്പ് സതീഷ് പട്ടേൽ. അദ്ദേഹം ഈ ഒരു ചലനത്തിനകത്തൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന हम साल ആളാണ്. में एक बार पहाड़ों में हफ्ते बर्फीली पहाड़ियों में या एकांत में ऊंचे से ऊंचे पहाड़ों में बैठकर भारत के लिए प्रभु की वाणी सुनने का प्रयास करते हैं. ഞാൻ വർഷത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ പർവ്വതങ്ങളിലേക്ക് കയറിപ്പോയി അവിടെ വേറെ ശല്യമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ശാന്തമായി ഇരുന്ന് ഭാരതത്തിന് വേണ്ടിയുള്ള ദൈവിക ആലോചനകൾ പ്രാപിക്കുന്ന ഒരു പതിവ് എനിക്കുണ്ട്. और उन पहाड़ों में हम लोग आत्मिक युद्ध के लिए अपना समय खर्च करते हैं. അവിടെ ആത്മീയ പോരാട്ടം എന്നൊരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കാറുണ്ട്. और वहाँ जाकर प्रभु अपने लोगों से बातचीत करते हैं. അവിടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന അനുഭവങ്ങളാണ്. अगले भविष्य में भारत में और देश विदेशों में क्या होगा. ഈ അടുത്ത കാലങ്ങളിൽ തന്നെ ഭാരതത്തിലും ദേശങ്ങളിലുമൊക്കെ എന്ത് സംഭവിക്കുവാൻ പോകുന്നു. और हमारा यहाँ ऐसा प्री प्लान नहीं था परंतु फिर भी प्रभु ने हमको यहाँ लाया. നേരത്തെ പ്ലാൻ ചെയ്ത ഒരു കാര്യമല്ലായിരുന്നെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു ദൈവിക പദ്ധതി പ്രകാരം തന്നെയാണ് എനിക്ക് ഇവിടേക്ക് കടന്നു വരുവാനായിട്ട് കഴിഞ്ഞത്. तो समय के अभाव से हम ज़्यादा समय आपके साथ नहीं गुजार सकते हैं पर बिशप सतीश जी हमारे बीच में रहेंगे और वो अभिषेक के बारे में और ज़्यादा और वो व्यक्तिगत रीति से आपके साथ प्रार्थना में अपना समय गुजारेंगे क्योंकि उनके पास काफ़ी समय है. ഞാൻ സമയത്തിൻ്റെ കുറവ് നിമിത്തം ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. എന്നാൽ സതീഷ് ജി നിങ്ങളുടെ നടുവിൽ കാണും. ഞാൻ തുടങ്ങി വെച്ച ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ അഭിഷിക്തൻ എന്ന് വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അത് പറയുവാനിടയായിത്തീരും. तो जो थोड़ा सा बचा हुआ हिस्सा था हम उसको बोल के आगे चले जाएंगे. കുറച്ച് ഞാൻ വിട്ടുപോയ ഭാഗം ഒന്നുകൂടെ ഒന്ന് എടുത്തിട്ട് മുൻപോട്ട് പോകാം. जैसा कि आपने बुक ऑफ रेवलेशन 12th चैप्टर में पढ़ा था വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചതുപോലെ and verse 7 onwards. അതിന്റെ 7-ാം വാക്യം മുതൽ फिर स्वर्ग पर लड़ाई हुई, मिकाईल और उसके दूत अजगर से लड़ने को निकले. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. और अजगर के दूत भी उसके साथ लड़े. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. परंतु जो अजगर और उसके दूत थे वो प्रबल नहीं हो पाए. എന്നാൽ ഈ മഹാസർപ്പവും തൻ്റെ ദൂതന്മാർക്കും ഇതിനകത്ത് നിലനിൽക്കുവാനോ ജയിക്കുവാനോ കഴിഞ്ഞില്ല. और स्वर्ग में उनके लिए जगह न रही. സ്വർഗത്തിൽ അവർക്ക് സ്ഥാനം കണ്ടെത്തിയതുമില്ല. कौन से स्वर्ग में उनके लिए जगह नहीं. ഏത് സ്വർഗത്തിലാണ് അവർക്ക് സ്ഥലമില്ല എന്ന് कहाँ लड़ाई പറഞ്ഞിരിക്കുന്നത്? हुई. എവിടെയാണ് ഈ യുദ്ധം ഉണ്ടായത്? और ये विश्वास और प्रभु के साथ हाथ पकड़ के चलना अपने आप में एक लड़ाई में भागी होना है. നമ്മൾ വിശ്വാസത്തിൽ നടക്കുന്നതും ദൈവത്തോട് യേശുവിനോട് ചേർന്ന് നടക്കുന്നതും നാം ആത്മീയ യുദ്ധത്തിനകത്ത് ഏർപ്പെടുന്നു എന്നൊരു കാര്യമാണ്. पूर्व काल में अय्यूब की किताब पहले और दूसरे अध्याय में हमको एक घटना जिसे आपने पढ़ा है, हम सुनते हैं कि जब परमेश्वर अपने पुत्रों के साथ सभागृह में थे तो शैतान भी उनके बीच में डोलते डालते घूमते फिरते चल पड़ा. ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്ത് നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം തൻ്റെ കൂട്ടര് ദൂതന്മാരും എല്ലാവരും ഒരുമിച്ച് ആയിരിക്കുന്ന സമയത്ത് അവരുടെ നടുവിലൂടെ ഈ പിശാച് സഞ്ചരിച്ചു എന്നൊരു കാര്യം നാം അവിടെ വായിക്കുന്നുണ്ട്. समझ में नहीं आता कि ये परमेश्वर के
भाई परमेश्वर ने तो उसको नीचे गिरा दिया था ना, अभी उसको ऊपर जाके वो भी बिल्कुल मीटिंग के बीच में आने का और क्वेश्चन रेज करना, ये थोड़ा परमेश्वर कैसे कंसीडर करते थे। और उसके दूत लोग भी गेट में क्या कर रहे थे, वो अंदर चले आता था, पता नहीं वहाँ की सिक्योरिटी कहाँ चली गई थी, पता नहीं चलता। യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് പറയുന്നത്, പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു, സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. कौन उसको पावर दिया? ആരാണ് അവിടെയൊക്കെ കയറിയിരിക്കുവാനുള്ള അനുവാദമൊക്കെ അദ്ദേഹത്തിന് കൊടുത്തത്? मिखाइल और उसकी बड़ी सेना के बाद भी वो सभागृह में एंट्री कर लेता है। മീഖായിലും ദൂതന്മാരും എല്ലാം ഉണ്ടായിട്ട് പോലും എങ്ങനെ ആ ഒരു സഭയ്ക്കകത്തേക്ക് തനിക്ക് പ്രവേശനം ഉണ്ടാകുന്നു? तो हमको बाइबल में पता चलता है कि वह डोलते डालते घूमते फिरते यहाँ वहाँ बायोडाटा कलेक्ट कर रहा था कि कौन कौन परमेश्वर की व्यवस्था के विरुद्ध काम करता है, और पूरा कलेक्शन लेके फिर परमेश्वर के पास दोष लगाने को जाता था। ശത്രുവിന്റെ കാര്യം നാം വായിക്കുന്നു, അവൻ ഭൂമി മുഴുവനും ഇങ്ങനെ ഊടാടി സഞ്ചരിച്ച് ആരെ വീഴ്ത്തേണ്ടു എന്ന് നോക്കി ആൾക്കാരെ കുറിച്ചൊക്കെ സ്റ്റഡി നടത്തി ആരുടെ മേൽ കുറ്റം ചുമത്തുവാൻ കഴിയും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് യഹോവയുടെ സന്നിധിയിൽ സഹോദരന്മാരെ കുറ്റം ചുമത്തുന്നവനായിരിക്കുന്നു പിശാച് എന്ന് നമുക്കറിയാം. ये पृथ्वी कोई बगीचा नहीं है उसको डोलने डालने घूमने घामने के लिए। ഇങ്ങനെ കറങ്ങി നടക്കുവാന് ഒരു ഉദ്യാനമല്ലല്ലോ ഈ ഭൂമി. वरन वो परमेश्वर के पास पहुंचने के लिए रास्ता ढूंढता था। പക്ഷേ യഹോവയുടെ സന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ കാരണങ്ങളെ കണ്ടുപിടിക്കുന്നവനാണ്. और वो मनुष्य की गलतियों को खोज निकालता था മനുഷ്യരുടെ കുറ്റങ്ങൾ തെറ്റുകൾ അത് കണ്ടുപിടിച്ച് और നടക്കുന്നവൻ. उनको दोष लगाने के लिए उसको, तूने मुझे गिराया पर तेरे लोगों ने ना मुझे ऊपर जाने का रास्ता खोल दिया, इसलिए मैं क्वेश्चन रेज करने आया। ഇങ്ങനെ നമ്മളെ കുറ്റം ചുമത്തുന്നവനായിരിക്കുന്നു പിശാച്. യേശുവേ, നീ എന്നെ വീഴ്ത്തി, പക്ഷെ നിന്റെ ആൾക്കാർ എനിക്ക് ശക്തി തരുന്നുണ്ട് നിന്റെ സന്നിധിയിലേക്ക് വരുവാൻ എന്ന് പറഞ്ഞ് നമ്മുടെ കുറ്റങ്ങളുമായിട്ടാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറുന്നത്. पर जैसे ही प्रभु यीशु मसीह ने कहा, हे पिता इन्हें क्षमा कर, ये नहीं जानते हैं कि क्या करते हैं, तो जो थे, जो हैं और जो भविष्य में पैदा होंगे उन सारे लोगों के लिए प्रभु यीशु मसीह ने पिता के सामने क्षमा के लिए प्रार्थना कर लिया। കർത്താവേ, ഇവരെന്ത് ചെയ്യുന്നു എന്നറിയാൻ മേലാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഈ തന്നെ പീഡിപ്പിക്കുന്ന ജനത്തിനു വേണ്ടി യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ഉള്ളവരും ഇതിനു മുമ്പുള്ളവരും വരാനിരിക്കുന്നവരും അവരുടെ എല്ലാവരുടെയും പാപത്തിനു വേണ്ടി യേശു കർത്താവ് പരിഹാരമായി തീരുകയാണ്. अब पाप क्षमा कर दिया प्रभु ने, പാപം ക്ഷമിച്ചല്ലോ ദൈവം. लहू को स्वीकार कर लिया। അവിടെ യേശുവിന്റെ രക്തം പിതാവിന്റെ സന്നിധിയിൽ मसीह സ്വീകരിച്ചു. का स्वभाव परमेश्वर के सन्मुख, ब्लड ऑफ जीसस क्राइस्ट, वो पवित्र आत्मा के द्वारा पिता परमेश्वर के सन्मुख समर्पित किया गया। ക്രിസ്തുവിന്റെ നിഷ്കളങ്കത, ആ സ്വഭാവം അതെല്ലാം പിതാവിന്റെ സന്നിധിയിൽ ഒരു യാഗമായി സ്വീകരിക്കപ്പെട്ടല്ലോ. और उसने क्षमा कर दिया। അത് ദൈവം മനുഷ്യന്റെ പാപത്തെ ക്ഷമിച്ചിരിക്കുന്നു. अब वो घूमेगा भी फिरेगा भी ना, तो वो हमको दोष लगा सकता है पर परमेश्वर के पास नहीं जा सकता है। ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് ശരിക്കും എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മളെ കുറ്റം ചുമത്തുവാൻ കഴിയുമെങ്കിലും ഇതെല്ലാം പറഞ്ഞോണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പോകാൻ അദ്ദേഹത്തിന് ഇപ്പോൾ വ്യവസ്ഥയില്ല. ये है एक अनकंडीशनल ग्रेस जो प्रभु यीशु मसीह ने हम सब के लिए, हम उसको जाने या न जाने, परंतु उसने हम सबको गिल्टी कॉन्शियस से स्वर्गीय स्थानों में आजाद कर दिया। ഇത് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒക്കെ നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ യാഗം മുഖാന്തരം സംഭവിച്ചിരിക്കുന്ന വ്യവസ്ഥയില്ലാത്ത നമ്മെ ക്ഷമിച്ചിരിക്കുന്ന ഒരു കാര്യം അത് നിലനിൽക്കുന്നു സ്വർഗത്തിൽ. अब ये सारा छुटकारा ना स्वर्गीय स्थानों में रखा हुआ है। നമുക്ക് വേണ്ടിയുള്ള ഈ വിടുതലുകളെല്ലാം സ്വർഗീയ സ്ഥലങ്ങളിൽ ആക്ടിവേറ്റ് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണത്. कुलूसियों की किताब के 3 अध्याय को थोड़ा सा हम पढ़ें तो वहाँ बाइबल कहती है कि हम मसीह के साथ जिलाए गए हैं। കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുവല്ലോ. इसलिए तुम संसार की नहीं वरन स्वर्गीय वस्तुओं की खोज में रहो जहाँ मसीह वर्तमान है।
ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. 3:1. स्वर्गीय वस्तुओं पर नहीं, पृथ्वी की वस्तुओं पर नहीं, वरन स्वर्गीय वस्तुओं पर ध्यान लगाओ. ഭൂമിയിൽ ഉള്ളത് അല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. अब ये कौन सी स्वर्गीय वस्तु है? ഇത് ഏത് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്? 3rd वर्ष में लिखा है, 3-ാം വാക്യം പറയുന്നു, तुम तो मर गए और तुम्हारा जीवन मसीह के साथ परमेश्वर में छुपा है. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. मसीह में परमेश्वर के अंदर हमारा जीवन छुपा दिया. ക്രിസ്തുവിൽ ദൈവത്തിൽ നമ്മുടെ ജീവിതത്തെ വെച്ചിരിക്കുന്നു, നമ്മൾ മറഞ്ഞിരിക്കുന്നു എന്ന് और പറയുക. पिता रहते हैं स्वर्ग में പിതാവ് വസിക്കുന്നത് और സ്വർഗത്തിലാണ്. पुत्र दाहिनी ओर जा बैठा. തന്റെ വലത്തുഭാഗത്താണ് പുത്രൻ हम ഇരിക്കുന്നത്. रहते हैं पृथ्वी में നമ്മൾ ഇന്ന് ജീവിക്കുന്നത് और ലോകത്തിലാണ്. हमारा जीवन ऊपर ले गया പക്ഷെ നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ और അവിടെ पिता നിക്ഷേപിച്ചിരിക്കുന്നു. में छुपा दिया. അത് പിതാവിൽ മറഞ്ഞിരിക്കുന്നു. हमारा छुटकारा स्वर्ग में നമ്മുടെ വിടുതൽ സ്വർഗത്തിലാണ്, और हम धरती में. നമ്മൾ ഭൂമിയിൽ. क्या फायदा है? ഇതുകൊണ്ട് എന്താ പ്രയോജനം? समस्या यही है. हमारा जीवन मसीह यीशु ने पिता में छुपा दिया. നമ്മുടെ ജീവിതം ക്രിസ്തു യേശുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. हमारा जीवन स्वर्ग में छुपा और हम रहते धरती में, इसलिए നമ്മൾ तो परेशान हैं. നമുക്ക് ആശയക്കുഴപ്പമുള്ളത് ഇതുകൊണ്ടാണ്. നമ്മൾ ജീവിക്കുന്നത് ഇന്ന് ഈ ഭൂമിയിലാണ്, എന്നാൽ നമ്മുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ ये മറഞ്ഞിരിക്കുന്നു. अनकंडीशनल ग्रेस है. ഇത് ദൈവം വ്യവസ്ഥയില്ലാതെ परंतु ചിലത് एक നമുക്ക് और വേണ്ടി ചെയ്തു. grace है. ഒരു കൃപയും കൂടിയുണ്ട്. परिमाण के अनुसार ग्रेस है. അത് ചില പ്രമാണങ്ങൾ അനുസരിച്ചുള്ള കൃപ. उसके लिए क्या करना पड़ेगा? അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? हमको स्वर्ग पर छुटकारे को धरती पर लाने के लिए हमारा कंट्रीब्यूशन होना चाहिए. ഈ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി നിക്ഷേപിച്ചാക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഭൂമിയിൽ നമ്മുടെ അനുഭവമാക്കത്തക്കതുപോലെ ഇതിനെ ഇറക്കി और കൊണ്ടുവരണം. हम यही मिस्टेक कर रहे हैं ഇവിടെയാണ് നമുക്ക് വിശ്വാസികൾക്കെല്ലാം हम विश्वास തെറ്റ് പറ്റുന്നത്. करते हैं നമ്മൾ വിശ്വസിക്കുന്നു कि मसीह में हमको ये दिया, ये मिला, वो मिला. ക്രിസ്തുവിൽ എനിക്ക് ഇതുണ്ട്, അതുണ്ട്, അത് കിട്ടി, ഇത് കിട്ടി. वो सब वहाँ है, അതെല്ലാം സ്വർഗീയ തലങ്ങളിലാണ്. हम यहाँ हैं. പക്ഷെ നമ്മൾ താമസിക്കുന്നത് उसकी मार ഭൂമിയിലാണ്. खाने से हम चंगे हो गए, കർത്താവ് അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. पर हम तो यहाँ बीमार है ना. പക്ഷെ നമുക്ക് ഇന്നും അസുഖമാണ്. उसने हमारे लिए शांति में, आई विल गिव यू पीस एंड माई पीस. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് യേശു പറഞ്ഞു. अब वो शांति लेके स्वर्ग में पिता की कौन सी वाली जेब में छुपा दिया, अब आप जाके देख लेना. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഈ സമാധാനം തരാമെന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് और പോക്കറ്റിനകത്ത് മറച്ചു വെച്ചിരിക്കുവാണോ हम यहाँ ദൈവം? रहते टेंशन में. നമുക്ക് എപ്പോഴും ടെൻഷൻ. हमारा पीस वहाँ, डिप्रेशन ऑपरेशन सेपरेशन यहाँ. നമ്മുടെ സമാധാനം അവിടെയും, ബാക്കി ഡിപ്രഷൻ ഓപ്പറേഷൻ സപ്രഷൻ അല്ല ഇവിടെ. अब हम क्या करें? ഇനി എന്താ ചെയ്യാ? हमको कुछ करना पड़ेगा. നമുക്കിതിനകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. यही एक सबसे बड़ी चीज है. ഇതാണ് ഒരു And വലിയ the 4th verse മനസ്സിലാക്കൽ. में बाइबल कहती है, 4-ാം വാക്യത്തിൽ പറയുന്നു, जब मसीह जो हमारा जीवन है तुम में प्रकट होगा. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും प्रकट. വെളിപ്പെടുമ്പോൾ हाँ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. हाँ. प्रकाशन का आना ये हेड नॉलेज है, हमको विद्वान बनाता है. ഈ പ്രകാശനം വരുന്നു എന്ന് പറയുമ്പോൾ ചില അറിവുകൾ കിട്ടി അറിവുള്ളവര് ജ്ഞാനികളാക്കി നമ്മെ മാറ്റുന്നു. परंतु प्रकाशन को अपग्रेड करना है प्रगटीकरण में. എന്നാൽ നമുക്ക് കിട്ടിയ മനസ്സിലാക്കൽ അതൊരു മാനിഫെസ്റ്റേഷൻ ആവണം. हाँ. प्रगट होने को इंग्लिश में कहते टू अपीयर. പ്രകടമായി വരിക എന്നുള്ളത് അർത്ഥമാക്കുന്നു. रेवलेशन का नेक्स्ट स्टेप है टू अपीयर इन देयर एटीट्यूड्स थ्रू द होली स्पिरिट. വെളിപ്പാടുകൾ ലഭിച്ചു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനോഭാവങ്ങളിൽ പ്രകടമായി വരണം. वही है मेंटेनेंस और റിനോവേഷൻ. रिनोवेशन. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഒരു വീട് മെയിൻ്റനൻസ് ചെയ്യുന്നതും റെനോവേറ്റ് ചെയ്യുന്നതും പോലുള്ള വ്യത്യാസം. हमको रेनोवेशन की आवश्यकता है. നമുക്ക് അങ്ങനെ ആഴമായ
ശക്തമായ ഒരു ഒരു ये പൊളിച്ചു renovation പണിയൽ जो ആവശ്യമാണ്. है प्रगटीकरण से होगा. അത് ശരിക്കും സംഭവിക്കുന്നത് ദൈവം മക്കളായി നമ്മൾ അങ്ങോട്ട് പ്രകടമാകണം. प्रगटीकरण पवित्र आत्मा देंगे. ഇത് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. इसका मतलब है जिस पवित्र आत्मा ने मसीह के लहू को पिता परमेश्वर के सन्मुख समर्पित किया कि हमारे मरे हुए कामों से हमको स्वतंत्रता मिले. യേശുക്രിസ്തുവിൻ്റെ നിഷ്കളങ്കമായ രക്തം ഒരു യാഗമായി പരിശുദ്ധാത്മാവ് പിതാവിൻ്റെ സന്നിധിയിൽ അർപ്പിച്ചത് മുഖാന്തരം നമ്മുടെ പാപങ്ങൾ നമ്മോട് ദൈവം ക്ഷമിച്ചിരിക്കുകയാണ്. फिर से सुनिएगा, पढ़िए इब्रानी की किताब 9:14. എബ്രായ ലേഖനം 9:14. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം कॉन्शियस. ആമേൻ. നമ്മുടെ മനസ്സാക്ഷി कॉन्शियस को मरे हुए कामों से आजाद करेगा. ഈ മരിച്ച പ്രവൃത്തികളിൽ നിന്നും നമ്മുടെ മനസ്സാക്ഷിയെ अब हमारा जो कॉन्सेप्ट है इन समयों में मसीह के पीछे किस विषय को लेके होता है? ഇപ്പോൾ യേശുവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ എന്താണ് നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ? हम चाहते हैं छुटकारा मिले, നമുക്ക് ആവശ്യമാണ് നമുക്കൊരു ഒരു ഡെലിവറൻസ് കിട്ടണം, ബ്ലെസ്സിംഗ് കിട്ടണം, ഫിനാൻഷ്യൽ पावर मिले, प्रोफेसीज मिले, 9 गिफ्ट, 9 सब कुछ है. इसकी जरूरत है. ये बाहर के लिए है, अंदर के लिए नहीं है. ഇതെല്ലാം വേണം. പക്ഷേ കർത്താവിനെ അറിയാത്ത ജനങ്ങളുടെ നടുവിലാണല്ലോ ഇതിൻ്റെയൊക്കെ ആവശ്യകത. जो बंधुआई से स्वतंत्रता देने के लिए अनसीन वर्ल्ड में मसीह यीशु ने अपने आप को सनातन आत्मा के हाथ सौंप करके जो डिलीवरेंस दिया है, वो फिजिकल, मेंटल और फाइनेंशियली, फैमिली, बिजनेस, ये वाला डिलीवरेंस नहीं है. तो फ्री ऑफ गॉड, फ्री ऑफ कॉस्ट है आपके लिए. ഈ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ രക്ഷയിൽ നമ്മൾക്ക് ലഭ്യമാണ് എങ്കിലും സൗജന്യമായി രക്ഷയുടെ കൂട്ടത്തിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. परंतु परिमाण वाला जो ग्रेस है ना, എന്നാൽ ദൈവം തന്നിരിക്കുന്ന കൃപകൾ വ്യവസ്ഥ പ്രകാരം തരുന്ന जो छुटकारा है हमारे विवेक में जो मरे हुए कामों की प्रैक्टिस है उससे छुड़ाने को मांगता है. എന്നാൽ വ്യവസ്ഥ പ്രകാരം നമ്മളിൽ നടക്കുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് നമ്മളിവിടെ വായിച്ചത്. നമ്മുടെ നിർജീവ പ്രവൃത്തികൾ പോക്കി നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. हम कामों के छुटकारे पर ध्यान नहीं देते. हमको ब्लड प्रेशर से छुटकारा जरूर चाहिए, परंतु गुस्सा होने से छुटकारा नहीं चाहिए. നമ്മുടേതായിട്ടുള്ള ശ്രദ്ധകൾ ഇങ്ങനെയുള്ള കാര്യത്തിലാണ്. BP കുറയണേ കുറയണേ ദൈവമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ എനിക്ക് ദേഷ്യ സ്വഭാവമുണ്ട്, അതിനകത്തുനിന്നൊരു വിടുതൽ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ല. नॉन मटेरियल वर्ल्ड में, अनसीन वर्ल्ड में जो बॉन्डेजेस हमारे स्पिरिचुअल ब्रेन, जिसको नॉन मटेरियल माइंड या सबकॉन्शियस माइंड कहते हैं या कॉन्शियस माइंड कहते हैं, उस अनसीन में जो बॉन्डेजेस हैं उस पर कलीसिया का कोई ध्यान नहीं है. उसी के चक्कर में अंधकार की शक्तियां हफ्ता 15 दिन में लव यू करने चली आती हैं. നമുക്ക് കാണാൻ പറ്റാത്ത ശാരീരികം അല്ലാത്ത മാനസികം വൈകാരികമായിട്ടുള്ള ആ തലങ്ങളിലൊക്കെ മനസ്സാക്ഷിയിലുള്ള മലിനതകൾ, അതിനകത്തുനിന്നൊരു വിടുതൽ വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുമില്ല. അത് കാരണമാണ് അന്ധകാര ശക്തികൾ ഇന്നും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരധികാരം പറഞ്ഞുകൊണ്ട് നമ്മളെ ഇങ്ങനെ ചുറ്റിച്ച് കൊണ്ട് നടക്കുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ട്. सब कुछ हमारे अंदर लाने के लिए वो अवेलेबल है. നമ്മുടെ ഉള്ളിലേക്ക് സകലതും കൊണ്ടുതരാൻ ഇന്ന് പരിശുദ്ധാത്മാവ് ലഭ്യവുമാണ്. परंतु उसको हमने अपने जीवन के अंदर किस बात पर अधिकार करने के लिए अधिकार दिया, अपॉर्चुनिटी दी. പക്ഷേ നമ്മുടെ ജീവിതത്തിലുള്ള ഏതെല്ലാം മേഖലകളുടെ മേൽ സ്വാധീനം ചെലുത്തുവാൻ പരിശുദ്ധാത്മാവിന് നമ്മൾ അനുവാദം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു ചോദ്യമാണ്. तो इन समयों में मुझे पवित्र आत्मा इस प्रकार से सिखाते हैं. പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ എന്നെ ഇങ്ങനെയും കൂടിയാണ് പഠിപ്പിക്കുന്നത്. हे परमेश्वर, ദൈവമേ, मेरे मन के अंदर में जो थॉट्स उत्पन्न करने वाला जो रिसोर्स है
उस रिसोर्स के ऊपर जैसे मेरा दांत खराब हो जाए तो उसको घस के ऐसा करके दूसरा कैप बिठा देते ना, तो बिल्कुल दांत मेरा नया दिखता, जड़ तो पुरानी, दांत ओरिजिनल, अंदर बाहर डुप्लीकेट। वैसे ही मेरे थॉट्स के अंदर, मेरे मन के वो भाग में जहां मेरा थॉट्स जनरेट होता है, उसमें पवित्र आत्मा आप ऐसे करके कैपिंग कर दीजिएगा। ഞാൻ ഇങ്ങനെയാണ് എന്നോടുള്ള ബന്ധത്തിൽ തന്നെ ദൈവത്തോട് ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, എൻ്റെ മനസ്സിൻ്റെ ചിന്തകൾ ഉളവാകുന്ന ആ സ്രോതസ്സുണ്ടല്ലോ, അവിടെ പരിശുദ്ധാത്മാവ് ഒരു പൂർണ്ണ നിയന്ത്രണം എടുത്ത് പഴയ പല്ല് അതിങ്ങനെ ആടി അഴുക്കായി മാറിപ്പോകുമ്പോൾ അതിനകത്തൊരു പുതിയത് വെച്ച് പിടിപ്പിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവെ ആ സ്രോതസ്സിൽ തന്നെ എൻ്റെ വിചാരങ്ങളെ എല്ലാം അങ്ങ് കൈകാര്യം ചെയ്തെന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. तो मेरे थॉट्स को जो जनरेट करने वाले जो सिस्टम है, उस सिस्टम को जब पवित्र आत्मा ओवरलैपिंग कर लेते हैं तो मेरे थॉट्स वैसे ही आते हैं जैसे पवित्र आत्मा के अंदर परमेश्वर डालता है, वो वाला थॉट्स जनरेट होने लगता है. അങ്ങനെയൊക്കെ നമ്മൾ ആഴമായി നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ സ്രോതസ്സിൻ്റെ മേൽ തന്നെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് അങ്ങയുടെ ചിന്തകൾ, പരിശുദ്ധാത്മാവിൻ്റെ ചിന്തകൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് ആ ദിശയിലേക്ക് നമ്മെ നടത്തുന്ന അക്ഷരീക അനുഭവങ്ങൾ നമുക്കുണ്ടാകുവാനായിട്ട് തുടങ്ങും. मैं जो सोचूंगा पवित्र आत्मा के हिसाब से सोचूंगा तो मेरे काम भी वैसे ही होंगे. ഞാൻ ചിന്തിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ചിന്തകൾ അനുസരിച്ചാണെങ്കിൽ എൻ്റെ പ്രവൃത്തികളും അതുപോലെയാകുമല്ലോ. जब हम सोचते हैं तो टेंशन में आ जाते हैं, നമ്മൾ സാധാരണ ചിന്തിച്ച് ചിന്തിച്ച് മനപ്പീടയിൽ और जब വന്നെത്തുകയാണ്. हमारे दिमाग में पवित्र आत्मा के थॉट्स आते हैं तो शांति, आनंद आ जाता है. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ചിന്തകൾ വരുമ്പോൾ അതിൻ്റെ ചിഹ്നം എന്താണ്? അവിടെ ടെൻഷൻ അല്ല, വളരെ ഒരു ദൈവീക സമാധാനത്തിൻ്റെ അനുഭവമായിരിക്കും. परमेश्वर का राज्य खाना पीना नहीं, धार्मिकता, शांति और ഹല്ലേലൂയ. आनंद. പരിശുദ്ധാത്മാ ദൈവരാജ്യമോ അത് ഭക്ഷണവും പാനീയവും അല്ല, എന്നാൽ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും സമാധാനവും നീതിബോധവും അത്രേ. अब आप ही बताइए, हम कितने साल से पवित्र आत्मा पाए, परंतु दिमाग में शांति के बारे में आपका क्या विचार है? എന്നാൽ നിങ്ങൾ തന്നെ പറ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് എത്രയോ വർഷങ്ങളായി, എന്നാൽ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവിക സമാധാനമാണ് വ്യാപരിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? दिमाग खराब, भयंकर चूड़ ചൂട് 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 चूड़ के चक्कर में दिमाग खराब, तो बीवी डंडा लेके खड़ी होगी तो क्या होगा आप जानिए. ഒരു ചൂടടിച്ചപ്പോഴേ ഇത്ര മനപ്പീടയാണെങ്കിൽ ഇനിയിപ്പോൾ ഭാര്യ അടിക്കാൻ നിൽക്കുവാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. इसलिए जो आत्मिक लोग होते हैं ना, उनको ठंड भी नहीं लगना चाहिए और गर्मी भी नहीं लगना चाहिए. लगी तो टेंशन में नहीं आने का. അതുകൊണ്ട് ആത്മീയര് ഒത്തിരി ചൂടും ഒത്തിരി തണുപ്പും ഒന്നും നിങ്ങളെ ബാധിക്കാൻ പാടില്ല. നിങ്ങളെ തന്നെ ദൈവത്തിൽ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ പരിശീലിപ്പിക്കപ്പെട്ടവരായിരിക്കണം. उसी को किंगडम ऑफ गॉड बोलते हैं. അതിനെയാണ് ദൈവരാജ്യത്തിന്റെ അനുഭവം എന്ന് നമ്മൾ പറയുന്നത്. खाना मिला तो परमेश्वर की स्तुति हो, नहीं मिला तो हमको शुरुआ मिला, ये चिकन की बोटी नहीं मिली, प्रेज द लॉर्ड. प्रभु जी तू ब्लड प्रेशर कम करेगा, आज बोटी नहीं खाया. നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നല്ല പങ്കാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഹൃദയത്തീന്ന് എല്ലാത്തിനും സ്തോത്രം പറയുന്ന ആ ഉള്ളിലുള്ള മനോഭാവങ്ങളുടെ ഒരു ശുദ്ധീകരണം ഉണ്ടാകട്ടെ. एक हफ्ता लगेगा बीपी को डाउन होने में, शुगर भी जाएगी उसकी पत्नी. ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം BP-യും ഷുഗറും ഒക്കെ അതിൻ്റെ നോർമൽ ലെവലിൽ എത്തിച്ചേരും. समझ में नहीं आती, ढेर सारे इतने अभिषिक्त लोग हैं, कितना अन्य भाषा बोलते हैं, जितना प्रकार का हॉस्पिटल में बीमारी रहती है ना, वो सब चर्च में मिलती है. ഞാനിങ്ങനെ ഓർക്കും, ഈ അഭിഷിക്തന്മാർ എന്തുമാത്രം പ്രാർത്ഥനയും അന്യഭാഷയും, പക്ഷേ പേര് കേട്ട രോഗങ്ങളെല്ലാം എങ്ങനെയായി സഭയ്ക്കകത്ത് വരുന്നത്? हालेलुया. ഹല്ലേലൂയ. सो हमको हेवनली स्वर्गीय स्थानों से उस बॉन्ड डिलीवरेंस को पृथ्वी के स्थान में लाना है. നമുക്ക് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഈ ഒരു വിടുതലുകൾ കൊണ്ടുവരേണ്ട ആവശ്യകതയുണ്ട്. ओके, आखिरी पद पढ़ के समाप्त करेंगे. ഏറ്റവും അവസാനത്തെ കാര്യം വായിച്ച് बुक ऑफ നമുക്ക് നിർത്താം. रेवलेशन चैप्टर 12 വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം एंड उसके बाद 10वें पद से 8 മുതൽ വായിക്കാമോ? फिर मैंने स्वर्ग में से यह बड़ा शब्द आते हुए सुना कि हमारे परमेश्वर का उद्धार, नंबर 1, सामर्थ 2,
राज्य, 3 मसीह का अधिकार प्रकट हुआ है और हमारे भाइयों को दोष लगाने वाला जो रात दिन परमेश्वर के सामने दोष लगाया करता था वह गिरा दिया गया है. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. और वे मेमने के लहू के कारण और उसकी अपने मुख की गवाही के कारण उस पर जयवंत हो गए. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ ജീവൻ പ്രാണനെ സ്നേഹിച്ചു. Okay, the blood of Christ and the word of our testimony. കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു. अब blood of Christ plus word of the testimony. അവിടെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം स्वर्गीय स्थान से हमारी आशीषों को या छुटकारे को पृथ्वी के स्थान में ला लेते. സ്വർഗീയ തലങ്ങളിൽ നിന്നും ഈ ഭൂമിയിലേക്ക് നമ്മുടെ അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. इसके लिए दुआ कराने की जरूरत नहीं है. ഇതിനുവേണ്ടി നമ്മൾ പോയി പ്രാർത്ഥിപ്പിക്കേണ്ട और दुआ ആവശ്യമൊന്നുമില്ല. करने की भी जरूरत नहीं. അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലുമില്ല. दुआ करवाना भी नहीं और करना भी नहीं. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുവോ ചെയ്യേണ്ട तो फिर ആവശ്യമില്ല. करना क्या है? പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടുന്നത്? माइंड सेट करना है. ഇത് നമ്മുടെ മനസ്സ് ഒന്ന് ये हमारे നേരെയാവണം. थॉट्स के अंदर में जो उल्टी सीधी कल्पनाएं आती हैं ना, നമ്മുടെ മനസ്സിനകത്ത് ഈ വേണ്ടാത്ത ഉയർന്നും പൊങ്ങിയുമുള്ള ചിന്തകൾ വരുമല്ലോ, उनको विराम देना पड़ेगा. അതിനെ നമ്മളൊന്ന് उसके ശാന്തമാക്കണം. लिए एकांत स्थान में बैठना पड़ता है. അതിനുവേണ്ടി ഒരു ഏകാന്ത സ്ഥലത്ത് ये നമ്മൾ 40 दिन ഇരിക്കണം. और 40 रात यीशु मसीह वहाँ हालेलुया वो अन्य भाषा नहीं बोल रहे थे. ഈ 40 രാവും പകലും യേശു കർത്താവ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവിടെ അന്യഭാഷ മാത്രം But he പറഞ്ഞുകൊണ്ടിരുന്നെന്ന് was ഓർക്കണ്ട. training his mind to അവിടെ wait in the presence of തന്റെ the Lord. മനസ്സിനെ ദൈവസന്നിധിയിൽ ഇങ്ങനെ ട്യൂൺ ചെയ്ത് ये കൊണ്ടുവരികയായിരുന്നു. वाला जो चैप्टर है ना वो मसीह लोगों के अंदर से गायब हो गया. ഇത് വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്നൊക്കെ ഈ ഒരു ചാപ്റ്റർ അങ്ങ് മായ്ച്ചു കളഞ്ഞതുപോലെയാണ്. हम जब हे परमेश्वर मेरे को सफेद कार दे दे तो मेरे दिमाग में सफेद कार का पिक्चर आ जाता है. നമ്മൾ ദൈവമേ ഒരു വെള്ളക്കാർ തരണമേ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഒരു വെള്ളക്കാരന്റെ ചിത്രം. परंतु जब मैं सोचता हूँ कि हे प्रभु मेरी कल्पनाओं से हटकर तेरी कल्पना मेरे मन के अंदर अधिकार जमा ले तो मेरे सोचने का तरीका पवित्र आत्मा के अनुसार होने लगता है. എന്നാൽ ദൈവമേ എൻ്റെ ചിന്തകളുടെ ആ മണ്ഡലത്തിൽ നിന്നും മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ ചിന്തകൾ എന്നിലേക്ക് കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ആക്ഷരികമായി അങ്ങനെ സംഭവിക്കുമെന്നൊന്ന് സങ്കല്പിക്കാൻ പോലും നമുക്ക് इसके കഴിയില്ല. लिए एकांत में अभ्यास करना पड़ेगा. അതിനുവേണ്ടി ഏകാന്തതയിൽ നമുക്കൊരു No ട്രെയിനിങ് praising, ഉണ്ട്. no speaking in tongue. ये सब पहले करने के बाद जब हमारा दिमाग बिल्कुल शांत हो जाए तब चुप शांत होकर के अपनी कल्पनाओं को बोलो, अभी जाओ आमीन. और पवित्र आत्मा की कल्पना को हालेलुया. बोलो, जल्दी आओ. तब हालेलुया. मसीह ने जो जीवन हालेलुया. पता के अंदर छुपा के रखा है उसका अनसीन वर्ल्ड से आमीन. हमारे थॉट्स का कनेक्शन हो जाएगा. ഹല്ലേലൂയ. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്തിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയും വേണ്ട, ഒന്നും പറയണ്ട, അന്യഭാഷ പറയണ്ട. പക്ഷേ നമ്മുടെ ചിന്തകൾക്കകത്തൊരു വലിയ ആഴമായ ശുദ്ധീകരണവും പരിശുദ്ധാത്മാവിൻ്റെ ചിന്തകളെ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു പ്രക്രിയ ആ ഏകാന്ത നിമിഷങ്ങളിൽ സംഭവിക്കണം. इसके लिए समय लगेगा. അതിനൊരു സമയം വേണം. धीरे धीरे हम पदक जब अपने पदक। थॉट्स को पवित्र आत्मा के कंट्रोल में दे देंगे तो हमारे सोचने का तरीका परमेश्वर के वचन और पवित्र आमीन. आत्मा के अनुसार जब हो गया तो हमारी सिचुएशन आप से आप बदलने लगेंगे. ഹല്ലേലൂയ. അത് അങ്ങനെയൊന്ന് വിട്ടുകൊടുത്താൽ, അങ്ങനെയൊന്ന് അനുവദിച്ചു കൊടുത്താൽ, പരിശുദ്ധാത്മാവിനെ ഒന്ന് വെൽക്കം ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ 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 അതങ്ങനെ തന്നെ ആയി മാറും. നമ്മുടെ ചിന്തകളൊക്കെ മാറി പരിശുദ്ധാത്മാവിൻ്റെ വചനപ്രകാരമുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലും നിറയും. Hallelujah. Praise the Lord. ആമേൻ, ആമേൻ, तो ആമേൻ. स्वर्ग की आशीषें पृथ्वी में आ जाएंगी. അങ്ങനെയാണ് സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ പ്രകടമായി വരുന്നത്. Praise the Lord. Praise the प्रार्थना Lord. करेंगे सब अपनी जगह में. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, Thank you, പ്രാർത്ഥിക്കാം. Jesus. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. और सतीश पटेल जी बाद में आपके लिए 1 by 1 प्रार्थना करेंगे और हमको मालूम है वे परमेश्वर के बहुत नजदीक. अभी नहीं, हाँ बाद नेक्स्ट में. सेशन में. अभी नहीं, अभी नहीं. പാസ്റ്റർ ജി, നിങ്ങൾക്ക് വേണ്ടി നാളെയൊക്കെ സമയമുണ്ടല്ലോ, ഓരോരുത്തർക്ക് വേണ്ടിയും അദ്ദേഹം പ്രാർത്ഥിക്കും. Okay.
थैंक यू जीसस। हालेलुया। आज हम प्रार्थना करने जा रहे हैं कि परमेश्वर आपको अभिषेक दे कि आमेन। एकांत में अपनी आवश्यकताओं को हालेलुया। लेकर नहीं, वरन उसको समझने के लिए अप्पा। अपना समय परमेश्वर की संगति में ഇന്ന് गुजारें। നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഏകാന്തതയിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ അറിഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ചിന്തകളുടെ മേൽ പരിശുദ്ധാത്മാവിനൊരു നിയന്ത്രണം Thank you, കിട്ടട്ടെ. Jesus. ഹല്ലേലൂയ. पवित्र आत्मा परमेश्वर आपका धन्यवाद हो। ഞങ്ങൾ നന്ദി പറയുകയാണ്. वचन का अभिषेक इनके कानों से इनकी बुद्धि में जाने पाए। കർത്താവേ, വചനം ഇവരുടെ ബുദ്ധിയിൽ നിന്ന്, ചെവികളിൽ നിന്ന് ബുദ്ധിമണ്ഡലങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. परमेश्वर का वचन वो कैरियर है जिसमें अभिषेक कैरी किया जाता है। ദൈവത്തിന്റെ വചനം ആ കരിയറാണ്. അഭിഷേകം ആ വചനത്തിലൂടെയാണ് നമ്മളിലേക്ക് और വ്യാപരിക്കുന്നത്. जो भी वचन इन्होंने सुना है उसमें पवित्र आत्मा कैरी करते हुए इनके हृदय के अंदर एकांत में परमेश्वर के साथ समय गुजारने का अभिषेक देने पाए। കർത്താവേ, ഏകാന്തതയിൽ അങ്ങയോട് സമയം ചെലവഴിക്കുവാനുള്ള വലിയൊരു അഭിഷേകം ഈ ജനത്തിന്റെ മേൽ അവിടുന്ന് ഇറങ്ങട്ടെ. प्रभु आपकी महिमा प्रकट हो जाए। കർത്താവേ, അങ്ങയുടെ മഹത്വം പ്രകടമായി വരട്ടെ. हमारी आत्मा में, हमारे दिमाग में पवित्र आत्मा का नियंत्रण आ जाए। ഞങ്ങളുടെ ആത്മാവില്, ഞങ്ങളുടെ മനസ്സില് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഉണ്ടാകട്ടെ. इस वचन के द्वारा बुद्धि हमारे अंदर उत्पन्न कीजिएगा ഈ प्यारे വചന पिता। മുഖാന്തരം ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ. जिससे हमारी कल्पनाएं जाती रहें और परमेश्वर की कल्पनाएं आती रहें। കർത്താവേ, ഞങ്ങളുടെ സങ്കല്പങ്ങൾ മാറി പരിശുദ്ധാത്മാവിന്റെ സങ്കല്പങ്ങൾ ഞങ്ങളിൽ വന്ന് നിറയുവാനിടയാകട്ടെ. क्योंकि वो दोष लगाने वाला गिरा दिया गया है। കാരണം നമ്മെ കുറ്റം ചുമത്തുന്നവൻ അവൻ വീണ് കഴിഞ്ഞിരിക്കുന്നു. मसीह यीशु ने उन कल्पनाओं पर अधिकार पाया है। ആ സങ്കല്പങ്ങളുടെ മേലെല്ലാം യേശു ക്രിസ്തു ജയമെടുത്തിരിക്കുകയാണ്. इसलिए हम सब के ऊपर आपका अभिषेक कि हम बंद कोठरी में जाकर पवित्र आत्मा की आवाज सुनने के लिए आपका अनुग्रह प्राप्त करें और एक बड़ा पैमाना तैयार करें जिससे कि उसका अनुग्रह हमारे जीवन में होने पाए। കർത്താവേ, അടഞ്ഞു കിടക്കുന്ന മുറികൾക്കകത്തേക്ക് പ്രവേശിച്ച് കർത്താവേ, ഞങ്ങളുടെ ചിന്തകളിലും മനസ്സുകളിലും നിലവുകളിലുമെല്ലാം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം വ്യാപരിക്കുവാൻ ഇടയാകട്ടെ പ്രാർത്ഥിക്കുന്നു. पिताजी, हम आपको धन्यवाद देते हैं, ഞങ്ങൾ നന്ദി പറയുകയാണ് കർത്താവേ. आपको महिमा देते हैं। ഞങ്ങൾ മഹത്വം തരികയാണ് यीशु नासरी के नाम से मांगते हैं। യേശുവിന്റെ നാമത്തിൽ തന്നെ. आमीन।